ഈ റാഗിങ് വളരെ ഒരുപാട് ജില്ലകളിലും ഒരുപാട് കോളേജുകളിലും ഒക്കെ ഇങ്ങനെ റാഗിങ് പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് റാഗിങ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് നടക്കാവ് ഹോളി ക്രോസ് കോളേജിലാണ്. അവിടെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ റാഗിങ്ങിന് ഇരയാക്കി എന്നുള്ളതാണ് പരാതി. ഒളവണ്ണ സ്വദേശി വിഷ്ണുവിനെയാണ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ കോളേജിൻ്റെ അനുബന്ധമായിട്ട് ചെറിയൊരു അവർ കൂളിംഗ് ഗ്ലാസ്, ഒരു കുട്ടി കൂളിംഗ് ഗ്ലാസ് വെച്ചു ജൂനിയർ. അതിൻ്റെ പേരിലാണ് ചെറിയൊരു അവർ തമ്മിലൊരു വാക്ക് തർക്കവും ഒരു തള്ളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മളതിന് വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു. ക്യാമ്പസിന് പുറത്താക്കി. പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 4-5 മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. കുട്ടികൾ മാറി നിൽക്കാൻ പറഞ്ഞു. ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള കുട്ടികൾ തൽക്കാലത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ റിപ്പോർട്ട്, ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അവരാവശ്യപ്പെട്ട പ്രകാരം. ഈ വാർത്ത രാവിലെ തന്നെ അറിയിച്ചത് കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനാണ്. ഷഹദ് റഹ്മാൻ തന്നെ ഇത്തരത്തിൽ ഇതിന്റെ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നത് അനുസരിച്ച് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കൂടുതൽ നടപടികൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. എന്തായാലും ഈ കൂളിംഗ് ഗ്ലാസ് ധരിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യത്തിനാണല്ലോ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ഹോളി ക്രോസ് കോളേജിലാണ് ഇത്തരത്തിൽ ഒരു റാഗിംഗ് പരാതി മുന്നോട്ട് വന്നിട്ടുള്ളത്. നടക്കാവാണ് ഹോളി ക്രോസ് കോളേജിൽ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ റാഗിങ്ങിന് ഇരയാക്കി എന്നുള്ളതാണ് പരാതി. ഒളവണ്ണ സ്വദേശി വിഷ്ണുവിനെയാണ് ഇത്തരത്തിൽ വളരെ ചെറിയ കാര്യം, കൂളിംഗ് ഗ്ലാസ് ധരിച്ചതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിക്കുന്നു. അത് കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലടക്കം നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടതാണ്. അതായത് ക്രൂരമായി മർദ്ദിക്കുന്നു. അത് ഒരിക്കലും ഒരു കലാലയത്തിലും നടന്നുകൂടാത്ത ഒരു കാര്യം അത് ആ കോളേജിലുണ്ടാകുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് നടക്കാവ് ഹോളി ക്രോസ് കോളേജിലും ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാകുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, ഇത്തരത്തിലൊരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ, കൂളിംഗ് ഗ്ലാസ് ധരിച്ചു എന്നുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നു. എന്തായാലും ഇപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞതനുസരിച്ച് വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ നടപടികൾ എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ. മേഘന, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇത്തരത്തിൽ കലാലയങ്ങളിൽ നിന്നും അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയല്ല വരുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ വാർത്ത എന്നുള്ളത്. കോഴിക്കോട് നഗരത്തിലുള്ള ഹോളി ക്രോസ് കോളേജിലാണ് ഇത്തരത്തിൽ റാഗിംഗ് നടന്നിട്ടുള്ളത്. ഫെബ്രുവരി 14-നാണ് ഈ സംഭവം നടക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് വെച്ച് 1-ാം വർഷ വിദ്യാർത്ഥി ഗ്രൗണ്ടിലൂടെ നടന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് പ്രകോപനം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. വോളിബോൾ കോർട്ടിൽ വെച്ചാണ് 3-ാം വർഷ വിദ്യാർത്ഥികളായ 6 പേര് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ഒളവണ്ണ സ്വദേശിയായിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് മർദ്ദനമേറ്റത്. തലക്ക് പിന്നിലും അതുപോലെ തന്നെ വലതുകാലിന്റെ തുടയിലും ഈ കുട്ടിക്ക് സാരമായിട്ടുള്ള പരിക്കുകളുണ്ട്. കൂടാതെ മുഹമ്മദ് സിനാൻ, ഗൗതം ഉൾപ്പെടെയുള്ള 6 വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ നടക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മേഘ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ കോളേജ് ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷഹദ്, ഇതിൽ ഈ ആക്രമണത്തിനിരയായിട്ടുള്ള വിദ്യാർത്ഥിയുടെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നില്ലേ? വിദ്യാർത്ഥി എങ്ങനെയാണ് പറയുന്നത്? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പറഞ്ഞത് ഇത് തന്നെയാണ്. കാരണം ഗ്രൗണ്ടിലൂടെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് പോയി നടന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഈ മറ്റു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സീനിയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് അത്ര സുഖിച്ചില്ല അല്ലെങ്കിൽ പിടിച്ചില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അത് ചോദ്യം ചെയ്യുകയും പിന്നെ അതിനെ തുടർന്ന് മർദ്ദനം ഏൽക്കുകയും ഒക്കെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ കാര്യമായിട്ട് തന്നെ ഈ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥി അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് കോളേജിന്റെ ഭാഗത്ത് നിന്ന് തക്കതായിട്ടുള്ള നടപടി ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. കോളേജ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇതിൽ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോളേജിൽ. അപ്പോൾ ആ CCTV ദൃശ്യത്തിൽ ഇതെല്ലാം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഈ ദൃശ്യങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കോഴിക്കോട് നടക്കാവ് ഹോളി ക്രോസ് കോളേജിലാണ് ഇത്തരത്തിൽ ഒരിക്കലും നടന്നുകൂടാത്ത ഒരു സംഭവം ഉണ്ടാകുന്നത്. പല വാർത്തകൾ വരുമ്പോഴും അതിന് നടന്നുകൂടാ എന്ന് നമ്മൾ പറയുമ്പോഴും വീണ്ടും വീണ്ടും അത് ഈ റാഗിങ്ങിന്റെ റീസൺസ് ആണ്. പിള്ളേരെന്ന് പറയാൻ പറ്റില്ല, പ്രതികൾ, ഈ റാഗിങ് നടത്തുന്ന പ്രതികൾ ചെയ്യുന്നത് കൂളിംഗ് ഗ്ലാസ് വെച്ചു, അവൻ എന്നെ രൂക്ഷമായി നോക്കി, പിന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് ഷെയർ ഇട്ടില്ല, അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവർ റാഗിങ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരമർദ്ദനം ഒക്കെ നടത്തുന്നതെന്ന് പറയുന്നത് തീർത്തും പ്രിയപ്പെട്ട കുട്ടികളെ ഇത്തരത്തിലുള്ള വിഷയത്തിലൊന്നും
തല്ലാനും കൊല്ലാനും പോവല്ലേ അല്ലേ? പഠിക്കുക അല്ലെങ്കിൽ കലാലയ ജീവിതം എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നടത്തുക പോവുക, അല്ലെങ്കിൽ പോലീസാവും, കേസാവും, പ്രശ്നമാവും, പുലിവാലാകും. അത് തന്നെയല്ല മറ്റൊരു ഈ റാഗിങ്ങിന് ഇരയാകുന്ന ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി നോക്കണം. പിന്നെ ഇവിടെ ആ കുട്ടിക്ക് മുന്നോട്ട് പഠിക്കാനുള്ളതാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതാണ്. റാഗിങ് ഒക്കെ വേണം, ചെറിയ പേടിക്കൊക്കെ വേണം. റാഗിങ് വേണ്ട, റാഗിങ് വേണ്ട. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഒരു കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം അവരോട് ഇപ്പൊ പേരെന്താണ്, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചാൽ ആ രീതിയിലൊരു സൗഹൃദ സംഭാഷണം വേണം. പക്ഷെ അത് ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു ഭീകരതയിലേക്ക് അത് മാറരുത്.